നമസ്കാരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 13 പവന്റെ സ്വർണ്ണ ദണ്ട് കാണാതാവുകയും കിട്ടുകയും ചെയ്തപ്പോൾ ഭരണസമിതി മറിച്ചു നോക്കേണ്ട ഒരു റിപ്പോർട്ടുണ്ട്. മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരുന്ന വിനോദ് റായിയുടെ റിപ്പോർട്ട്. വിനോദ് റായി ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം പോലും നടപ്പാക്കിയില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി കാണിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ സ്വർണം കാണാതായ വിവരമാണ് വിനോദ് റായിയുടെ റിപ്പോർട്ടിലുള്ളത്. കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ സ്വർണ്ണ കുംഭങ്ങളും ഗോളകങ്ങളും പോയെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരില പോലും മറിച്ചിടാൻ കഴിഞ്ഞില്ല. ഒന്നും രണ്ടുമല്ല, 769 സ്വർണ്ണ കുംഭങ്ങളാണ് കാണാതായതെന്ന് വിനോദ് റായി കമ്മീഷൻ കണ്ടെത്തി. 10 വർഷം മുമ്പ് 186 കോടി രൂപയായിരുന്നു മൂല്യം. ഇന്നതിന് 776 കോടി രൂപയാണ് വിപണി വില. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ സ്വർണം ഇപ്പോഴും അടിച്ചു മാറ്റുന്നവർ. വിനോദ് റായ് കമ്മീഷൻ റിപ്പോർട്ടിലെ സ്വർണ്ണക്കുടങ്ങൾ കാണാതായതിൽ നിന്ന് തന്നെ ആരംഭിക്കാം. 1988 സ്വർണ്ണക്കുടങ്ങളാണ് ക്ഷേത്ര നിലവറകളിൽ ഉണ്ടായിരുന്നത്. ഓരോന്നിനും ശരാശരി 1 കിലോഗ്രാം തൂക്കം. അതിൽ 822 കുടങ്ങൾ ഉരുക്കി സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി. ശേഷിക്കേണ്ടത് 1166 സ്വർണ്ണക്കുടങ്ങളാണ്. പക്ഷേ ക്ഷേത്രത്തിൽ ശേഷിക്കുന്നവയുടെ എണ്ണം എടുത്തപ്പോൾ അത് 397 മാത്രം. അങ്ങനെ കാണാതായിരിക്കുന്നത് 769 കുടങ്ങളാണ്. കാണാതായിരിക്കുന്നവയുടെ തൂക്കം 776 കിലോഗ്രാം. റിപ്പോർട്ട് തയ്യാറാക്കിയ 2016 അവയുടെ മൂല്യം 186 കോടി രൂപ. ഇന്നാണെങ്കിൽ കുറഞ്ഞത് 776 കോടി രൂപ. ഇത്രയും സ്വർണ്ണക്കുടങ്ങൾ കാണാതായി എന്ന് കമ്മീഷൻ എഴുതി വെച്ചിട്ടും ഒരു അന്വേഷണവും ക്ഷേത്രത്തിൽ ഉണ്ടായില്ല. ക്ഷേത്രത്തിലെ വിവിധ നിലവറകളിൽ നിന്ന് സ്വർണ്ണക്കുടത്തിന് പുറമെ പല ആവശ്യങ്ങൾക്കായി ഉരുക്കാൻ എടുത്തത് 887 കിലോ സ്വർണ്ണക്കട്ടികളാണ്. ആഭരണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവയുടെ തൂക്കം 624 കിലോഗ്രാം മാത്രം. പണിക്കുറവായി എഴുതി വച്ചത് 263 കിലോഗ്രാം. എന്ന് പറഞ്ഞാൽ ഉരുക്കിയപ്പോൾ 30% സ്വർണവും ആവിയായി പോയെന്നർത്ഥം. ഉരുക്കാൻ എടുത്തവരുടെയും ഉരുക്കിയവരുടെയും മടിക്കുത്ത് അന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് 200 കിലോ സ്വർണമെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതിന്റെ ഇന്നത്തെ മൂല്യം മാത്രം 200 കോടി രൂപയ്ക്ക് മുകളിൽ വരും. ക്ഷേത്രത്തിന്റെ കല്ലറകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും റെക്കോർഡ് ചെയ്യാൻ 2007 ഭരണസമിതി തീരുമാനിച്ചു. ഇതനുസരിച്ച് മുഴുവൻ പാത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ചിത്രങ്ങൾ എടുത്തു. കൂടുതൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തിലായിരുന്നു ചിത്രമെടുത്തത്. ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം കാണാതായത് ആ ചിത്രങ്ങളുള്ള ആൽബവും അതിന്റെ നെഗറ്റീവുമാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന സ്വർണത്തെക്കുറിച്ചോ അതിനുശേഷം ഉണ്ടാകേണ്ട സ്വർണത്തെക്കുറിച്ചോ ഇപ്പോൾ ഒരു ധാരണയും ആർക്കുമില്ല. ഒന്ന് പോയി ചോദിക്കാം എന്ന് വെച്ചാൽ അന്ന് ആരാണ് ഫോട്ടോ എടുത്തതെന്ന രേഖകൾ പോലും ഇപ്പോൾ ക്ഷേത്രത്തിലില്ല. ഒരിക്കലും തുറക്കരുത് എന്ന് എഴുതി വച്ചിരിക്കുന്ന ബി നിലവറ 1990-നും 2002-നും ഇടയിൽ 7 തവണയാണ് തുറന്നത്. ഒന്നിനും ഒരു രേഖയും ഇല്ലാത്തതിനാൽ അതിൽ നിന്ന് എന്തെങ്കിലും കാണാതായോ എന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 13 പവൻ വരുന്ന സ്വർണ്ണദണ്ഡിന്റെ കഥയെടുക്കുക. അത് കാണാതായത് മോഷണമല്ലെങ്കിൽ മറ്റെന്താണ്? പോലീസ് പറയുന്നത് മോഷണമാണോ എന്ന് ഉറപ്പിക്കാറായിട്ടില്ല എന്നാണ്. വടക്കേ നടക്കടുത്ത് സ്വർണം സൂക്ഷിക്കുന്ന സുരക്ഷാ മുറിക്കും അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തിനും ഇടയിലാണ് സ്വർണം കണ്ടത്. ഇത് ഒരടിയോളം മണ്ണിൽ താഴ്ത്തി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. CCTV ക്യാമറകളിൽ പെടാതെ വിദഗ്ധമായി അവിടം വരെ എത്തിച്ച് കുഴിച്ചിട്ടതാകാം എന്നും കണ്ടെത്തി. ശ്രീകോവിലിലെ വാതിലിലെ സ്വർണം മാറ്റി സ്ഥാപിക്കാൻ എടുത്തതാണ് കാണാതായ സ്വർണം. കാഡ്മിയം ചേർത്ത ഈ ദണ്ടിൽ നിന്ന് ഉരുക്കിയെടുത്താണ് സ്വർണ്ണ തകിടുകൾ വിളക്കി ചേർക്കുന്നത്. സ്ട്രോങ് റൂം തുറന്നപ്പോഴാണ് ദണ്ട് നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ഇങ്ങനെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന സ്വർണം ഏതായാലും പുറമേ നിന്ന് വരുന്നവർക്ക് എടുക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിലെ CCTVകളെ കുറിച്ചും സ്വർണ്ണമിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുമെല്ലാം വ്യക്തമായി ധാരണയില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാനും സാധിക്കില്ല.
പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ വിവാദം വരുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്: കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ക്ഷേത്രത്തിലെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ അവ അട്ടിമറിക്കപ്പെട്ടു. സുപ്രീം കോടതി നിർദ്ദേശിച്ച സമിതികൾ വന്നിട്ടും നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ കുറ്റക്കാരെ കണ്ടെത്താനോ കഴിഞ്ഞില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാർ കൂടി ഉൾപ്പെടുന്ന ഒരു കോക്കസ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് നിരവധി അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തിയിരുന്നു. ഇവർ വലിയ പ്രബല ശക്തികളായതിനാൽ നടപടിയെടുക്കുന്നത് അസാധ്യമാണെന്നും കമ്മീഷനുകൾ എഴുതി. ഈ സംഘവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹ മരണങ്ങൾ വരെ ഉണ്ടായതായും കമ്മീഷൻ റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിരുന്നു. ചിലർ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായി. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നിന്നാണ് ഇപ്പോൾ 13 പവൻ സ്വർണം കാണാതായതും കണ്ടുകിട്ടിയതും. 13 ഗ്രാം ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ വിലയിൽ വലിയ മൂല്യമുള്ളതാണ്. ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും സ്വർണം പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അച്ചട്ടാണ്: പഴയ കള്ളന്മാർ ഇപ്പോഴും തട്ടകത്തിലുണ്ട്. 769 പൊൻകുടങ്ങൾ കാണാതായെന്ന് വിനോദ് റായ് കമ്മിറ്റി എഴുതി വെച്ചിട്ടും ഒന്നും നടക്കാത്തത് അവരുടെ സ്വാധീനം കൊണ്ടുകൂടിയാണ്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.